നൈനുക്കുട്ടിക്കും നൈഹുക്കുട്ടിക്കും ഇപ്പോൾ സ്കൂളൊന്നുമില്ല കേട്ടോ, ലീവാണ്. പഞ്ചാബിൽ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് ലീവ് തന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്കൂളിൽ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ എനിക്ക് നേരത്തെ എനിക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് നേരം വൈകിട്ട് എണീച്ച് കേട്ടോ. നല്ല മഴയും തണുപ്പ്. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പാണ് കേട്ടോ. എൻ്റെ അടുത്ത് അപ്പച്ചട്ടി ഇല്ല, അപ്പോൾ ഞാൻ ഓപ്പോസിറ്റ് അഞ്ജുവിൻ്റെ കയ്യിൽ നിന്ന് അപ്പച്ചട്ടി മേടിച്ചിട്ട് ഉണ്ടാക്കണം കേട്ടോ. പേടിച്ച് ഉണ്ടാക്കിയത്, ശരിയാവുമെന്ന് അറിയില്ലല്ലോ. ഞാൻ അപ്പച്ചട്ടിയിൽ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കണം കേട്ടോ. പക്ഷെ അടിപൊളിയായി റെഡി ആവുന്നു, നല്ല സോഫ്റ്റായി വന്നു കേട്ടോ. ഈ കല്ലിൻ്റെ മണം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അരയ്ക്കുമ്പോൾ കുറച്ച് എന്താ തേങ്ങയുടെ വെള്ളമില്ലേ, തേങ്ങയുടെ വെള്ളം ഒഴിച്ചിട്ട് അരച്ചാൽ മതി ഇത്രേ. ഇനി അടുത്ത പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ നമ്മുടെ അപ്പത്തിൻ്റെ കൂടെ ഗ്രീൻ പീസ് കറിയാണ്. അതിൻ്റെ ഇടയിൽ നൈനുവിന് ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് ലീവാണെങ്കിലും ഓൺലൈൻ ക്ലാസ് ഉണ്ട് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലഞ്ച് ഉണ്ടാക്കലല്ലേ. ലഞ്ചിന് ഞാൻ ചോറടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വന്നിട്ട് നമ്മുടെ തയ്യൽ മെഷീനൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്തു കേട്ടോ. ഓണത്തിന് നൈനുവിനും നൈഹുക്കുട്ടിക്കും ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാണ്ട്, അപ്പോൾ പൊടി തട്ടി ഒന്ന് ഓയിലൊക്കെ ഇട്ട് വെച്ച് കൊടുത്തു. പിന്നെ ചോറിന് വലിയ സ്പെഷ്യലൊന്നുമില്ല കേട്ടോ. ഉണക്കമീൻ വറുത്തതാണ്, സ്രാവാട്ടോ. ഉണക്കമീൻ തീരുന്ന വരെ ചോറിന് മീൻ തന്നെ ആയിരിക്കും കൂടെ, വേറെ ഒരു കറിയും ഉണ്ടാവില്ല. പിന്നെ കുറേ ഇഞ്ചി നാട്ടുന്നത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഒന്ന് അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ കേട് വരില്ലേ. പുറത്താണെങ്കിൽ മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരി, ടാറ്റാ, ബൈ ബൈ.